ഈ രജിസ്ട്രേഷൻ ഇല്ലാത്ത ആ ഒരു സംവിധാനം, അത് അങ്ങനെ ഒരു ഇതെങ്ങനെയാണ് ഭരണഘടനാപരമായിട്ടൊരു അനുവാദം ഉണ്ടല്ലോ അങ്ങനെ പ്രവർത്തിക്കാനുള്ള? അതിന് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയും. ഇതിപ്പോഴൊന്നും എത്ര കാലമായിട്ട് തുടങ്ങിയത് BOI എന്നാണ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം വേണം, ദേ വിൽ ആസ്ക് യു ആർ യു രജിസ്റ്റേർഡ് ചോദിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യം വേണ്ടെങ്കിലോ ഇന്ന് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ വിവിധ ക്ഷേത്രങ്ങൾക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫീഡർ ഓർഗനൈസേഷൻസ് ഇതെല്ലാം രജിസ്റ്റേർഡാണ്. BMS രജിസ്റ്റേർഡാണ്, ABVP രജിസ്റ്റേർഡാണ്, BJP രജിസ്റ്റേർഡാണ്, സേവാഭാരതി രജിസ്റ്റേർഡാണ്, ഭാരതീയ വിചാരകേന്ദ്രം രജിസ്റ്റേർഡാണ്, തപസ്യ ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ രജിസ്റ്റേർഡ്, ഐ എം നോട്ട് ഷുവർ കേട്ടോ. കാരണം തപസ്യ എന്തെങ്കിലും സർക്കാരിൽ നിന്ന് വാങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ സർക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നവർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടോ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടോ പല രീതിയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓൾ ദീസ് ഓർഗനൈസേഷൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇതിൻ്റെ ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ്. അതിൽ നിന്ന് എല്ലാവരും എനർജി ഡ്രോ ചെയ്യുന്നു, ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്യുന്നു. അപ്പോൾ അതിന് സർക്കാരിൽ നിന്ന് 5 പൈസ വേണ്ട. അപ്പോൾ അതിൻ്റെ ചിലവിന് അതെന്താ ചെയ്യുന്നത്? അതാണ് ഗുരുദക്ഷിണ. ഗുരുദക്ഷിണ ആദ്യം ടാക്സബിൾ ആയിരുന്നു, പിന്നീട് ടാക്സബിൾ ആണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് കേട്ടോ. ഇത്തവണ ഈ ഡിബേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ മഹേഷ് ജേത്മലാനി എക്സിൽ പോസ്റ്റ് ചെയ്തു, പറ്റ്ന ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെൻ്റ് അനുസരിച്ച് ഗുരുദക്ഷിണ ഇത് ടാക്സ് എക്സെംപ്റ്റ് ചെയ്തു. അതിൽ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളുടെ സക്കാത്ത് പോലെയൊക്കെ ആ കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ ഗുരുദക്ഷിണ. അതിന് ടാക്സ് ഇല്ല. അങ്ങനെ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവായി എന്ന് മഹേഷ് ജേത്മലാനി, അങ്ങേര് ഒറിജിനലി RSS ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒറിജിനലി RSS ആണ് ഞാൻ, പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഡീറ്റെയിൽസ് ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് അങ്ങേർക്കറിയാം. നമ്മളിത് ഡെയിലി ഓരോന്നും നോക്കുന്നൊന്നുമില്ലല്ലോ, എവിടെയൊക്കെ എന്തൊക്കെ കേസ് നടക്കുന്നത്. എനിവേ ദാറ്റ് ഈസ് എ ഫാക്റ്റ്. ഗുരുദക്ഷിണ ടാക്സബിൾ അല്ല. ടാക്സബിൾ അല്ലെങ്കിലും നിങ്ങൾ റിട്ടേൺസ് കൊടുത്തേ പറ്റുള്ളൂ, കണക്ക് നിങ്ങൾ കൊടുത്തല്ലേ പറ്റുള്ളൂ. ടാക്സബിൾ അല്ലായിരിക്കാം. ടാക്സബിൾ ഇൻകം ഇല്ലാത്ത എത്രയോ പേര് റിട്ടേൺസ് കൊടുക്കുന്നുണ്ട്. സോ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഈ ഡാറ്റ എല്ലാം ഉണ്ട്, RSSൻ്റെ വരുമാനം എത്ര. പിന്നെ നമ്മുടെ ഈ നാട്ടിൻപുറത്ത് മറ്റവന് എങ്ങനെയാണ് എവിടെ നിന്നാണ് അവന് കാശ് എന്നൊക്കെ അറിയാം. ആ ആങ്സൈറ്റിക്ക് ചികിത്സയില്ല, അതിന് രക്ഷയില്ല.